ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽപ്പ് മീ ലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലേ. ആരും പിടങ്ങണ്ട, ചക്ക വേവിച്ചതല്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ പുറത്തുള്ളവർക്ക് ചക്ക വേവിച്ചതെന്നൊക്കെ കേൾക്കുമ്പം ഭയങ്കര എന്താണ് കൊതി, വിഷമം, സന്തോഷം, എല്ലാ വികാരങ്ങളും വരും. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണാണ്. ചക്കക്കുരു ഇഷ്ടംപോലെ എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷേ ഈ ചക്കക്കുരു പൊളിക്കാനുള്ള മടി കൊണ്ട് പലരും തോരനോ കറിയോ മെഴുക്കുവരട്ടിയോ ഒക്കെ ഉണ്ടാക്കാറില്ല. എല്ലാവർക്കും ഇഷ്ടമാണ് ചക്കക്കുരു, മെഴുക്കുവരട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പൊ ഈ പൊളിക്കുന്ന പാട് കൊണ്ട് പലരും അങ്ങനെ ചെയ്യാറില്ല. എന്നാൽ ചക്കക്കുരു പൊളിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നിമിഷങ്ങൾ കൊണ്ട് ചക്കക്കുരു നമുക്ക് എങ്ങനെ റെഡിയാക്കിയത്. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നു എങ്കിൽ കമന്റ് ഇടാൻ മറക്കരുതേ. വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ അതും കമന്റ് ഇടണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം, ഇതൊക്കെയാണോ ഒരു വീഡിയോ, ഇതൊക്കെയാണോ വലിയ കാര്യം എന്ന് ചിന്തിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കുന്ന, ഇതൊക്കെ വലുതായിട്ട് തോന്നുന്ന ആരെങ്കിലും ഒക്കെ കാണും. അവര് കാണട്ടെ, അവര് ചെയ്യുന്നുവെങ്കിൽ ചെയ്യട്ടെ. അതിനുവേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കണ്ടില്ലേ എന്ത് എളുപ്പമെന്ന് നോക്കിക്കേ. ഇതിനകത്ത് നിങ്ങൾക്ക് എത്രയും വെക്കാമോ അത്രയും വെക്കാം. ഞാനിപ്പോ 4 വെക്കുന്നുള്ളൂ. അതിനുശേഷം ഒറ്റ ചത ആവശ്യമേ ഉള്ളൂ. മെഴുക്കുവരട്ടി കറി എന്നൊക്കെ പറയുമ്പോൾ മെഴുക്കുവരട്ടി നല്ല ഷേപ്പിന് വേണമെന്നുള്ളൊരു ഇങ്ങനെ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അല്ലാതെ ഇത് അരിയാനും എളുപ്പമാണ് കേട്ടോ. ഇനി കറിയൊക്കെ വെക്കുമ്പോൾ ഉടച്ചു കറിക്കൊക്കെ ഏറ്റവും നല്ലതല്ലേ. അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചക്കക്കുരുവിന്റെ ദിവസം പാവയ്ക്കയും ചക്കക്കുരുവും കൂടി ഇട്ടൊരു കറി വെച്ചില്ലേ. അപ്പോ എനിക്ക് 1-2 കമന്റ് വന്നായിരുന്നു. ഈ ചുമന്ന ചക്കക്കുരുവിന്റെ മുകളിലുള്ള ഈ ചുമപ്പുണ്ടല്ലോ, അത് പലരും മൊത്തത്തിൽ കളഞ്ഞെടുക്കാറുണ്ട്. പണ്ടൊക്കെ ഞങ്ങളും അങ്ങനെയായിരുന്നു ചെയ്യുന്നത്. ഇപ്പോഴാണ് ഈ ചുമപ്പ് അങ്ങനെ അധികം കളയില്ല. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഈ ചുമപ്പ് നല്ലതാണെന്ന്. ഞാൻ വായിച്ചിട്ടുണ്ട്, കറക്റ്റ് ആണോ എന്ന് അറിയില്ല. അപ്പൊ അതിനകത്തൊരു കമന്റ് വന്നതാണ്, ഈ ചുമപ്പ് ഫുൾ മാറ്റി നമ്മൾ കുക്ക് ചെയ്യുമ്പോഴാണ് അസിഡിറ്റി പ്രോബ്ലം, ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇത് കൂടി വെച്ച് കറിയോ മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങളും അവോയ്ഡ് ചെയ്യാമെന്നു. അപ്പൊ ചിലരുണ്ട് ചക്കക്കുരുവിന്റെ ആ ചുമപ്പ് ഫുൾ കളഞ്ഞേ പാചകം ചെയ്യത്തുള്ളൂ. ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അത്രേ. അതിനിടയ്ക്ക് നമുക്കിത് എല്ലാം പൊളിച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, മെഴുക്കുവരട്ടിക്കും കറിക്കും ഒക്കെ നല്ല ഷേപ്പിൽ വേണം. മെഴുക്കുവരട്ടിക്ക് ചിലർക്ക് ആ ഓരോ പീസും നീളത്തില് അതിന്റെ കറക്റ്റ് അളവനുസരിച്ച് വേണം. അങ്ങനെയുള്ള ഒരു ഇത് ചെയ്യല്ലേ, ഇഷ്ടപ്പെടില്ല. അല്ലാത്തവർക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ള മൈൻഡുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് അരിഞ്ഞും കാണിക്കാം. നല്ല എളുപ്പമാണ്. ചില ചക്കക്കുരു ഉണ്ടല്ലോ പിച്ചാത്തി കയറത്തോലും ഇല്ല, അത്ര കട്ടിയായിരിക്കും. ഇത് അങ്ങനെയുള്ളതിന് ഒരു പരിഹാരമാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ചതയുമ്പോൾ പിച്ചാത്തി പെട്ടെന്ന് കയറും. അപ്പൊ കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ ഇപ്പൊ ചിന്തിക്കും, അയ്യോ ഞങ്ങളുടെ കയ്യില് അരകല്ലില്ല ചേച്ചി, ഞങ്ങൾ എങ്ങനെ ചെയ്യുന്ന. അരകല്ല് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നല്ല കട്ടിയുള്ള എന്തെങ്കിലും ഇട്ട് ഇടിച്ചാൽ മതി. കല്ലോ വലിയ തടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് ഇങ്ങനെ ചതച്ചാൽ മതി കേട്ടോ. തറയെ വെച്ചോ എങ്ങനെ വേണേലും. പരകല്ല് തന്നെ വേണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ പരകല്ല് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ വെച്ച് ചതച്ചു എന്നേ ഉള്ളൂ. ഇത്രയും ചക്കക്കുരു ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തു. ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ലേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കി അരിയുന്ന എങ്ങനെ നോക്കാം. പിച്ചാത്തി ഇപ്പൊ നന്നായിട്ട് കയറും. കട്ടിങ് പൊടി വെച്ച് വേണമെങ്കിലും ചെയ്യാം. നല്ല ഈസിയാ. കണ്ടോ, പിച്ചാത്തി നല്ല ഈസി ആയിട്ട് കയറും. അതെങ്ങനെ വേണോ അങ്ങനെ ആക്കിയെടുക്കാം. ഇപ്പൊ കട്ടിങ് ബോർഡ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. എനിക്ക് കൈ വെച്ചാണ് പ്രാക്ടീസ്. പിന്നെ നിങ്ങളെന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതാക്കണ്ട, ഒരു 3-4 മിനിറ്റ് എടുത്ത് കാണും ഇത്ര അരിയാനായിട്ട്. നല്ല എളുപ്പമല്ലേ. ഇനി ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ മെഴുക്കുവരട്ടെ. മെഴുക്കുവരട്ടിയുടെ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ ചക്കക്കുരു മെഴുക്കുവരട്ടാനായിട്ട്. അതുകൊണ്ട് ഇനി ഞാനിത് മെഴുക്കുവരട്ടെ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.